നമസ്കാരം, ഞാൻ സുരേഷ് കുമാർ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനെ പറ്റിയാണ്. ഒരു ജിമ്മിൽ ആദ്യമായി ഒരാൾ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം അവരെ കാർഡിയോ എക്സസൈസാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യിക്കുന്നത്. ഈ കാർഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ലൈറ്റായിട്ടുള്ള വർക്കൗട്ടുകൾ, റിപ്പീറ്റേഷൻ കുറച്ച് ലൈറ്റായിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് അവരുടെ ബോഡി ഫിറ്റ് ആക്കുക എന്നുള്ളതാണ് ഈ ബിഗിനേഴ്സിന് നമ്മൾ ചെയ്യിക്കുന്നത്. ആദ്യമായി വരുന്ന ബിഗിനേഴ്സിന് നമ്മൾ സ്ട്രെച്ചിങ് ആണ് പഠിപ്പിക്കുന്നത്. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റെസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസും 5 to 6 ടൈം കറക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്ക് 5 to 6 ടൈം ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെ. ഇത് ചെയ്തതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല, ജോയിൻറ്റ് പെയിൻ ഉണ്ടാകത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് ഷോൾഡർ റൊട്ടേഷൻ ആണ്. ഷോൾഡർ 5 ടൈം ക്ലോക്ക് വൈസ് ആൻഡ് 5 ടൈം ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അത് നമ്മൾ ലെഗിനുള്ള വർക്കൗട്ടാണ്. ഇത് ഒരു 10 ടൈംസ് ചെയ്യുക. ബിഗിനേഴ്സിന് 10 ടൈംസ് ചെയ്യുക. അത് ഹിപ്സിനുള്ള എക്സസൈസ് ആണ്. അത് നമ്മൾ 10 ടൈംസ് ക്ലോക്ക് വൈസ് ആൻഡ് 10 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. കാലിൻ്റെ ആക്ഷൻസ് സ്ട്രെച്ച് ആവുന്നതിന് വേണ്ടിയാണ്. കാല് സ്വല്പം വൈഡിൽ വയ്ക്കുക. പതുക്കെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ തറയിട്ടിടുക. അത് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അതിന് ഹാംസ്ട്രിങ് ടൈറ്റ് ചെയ്ത് വെക്കണം. ഹാംസ്ട്രിങ് ടൈറ്റ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. റൈറ്റ് 6 to 5 ടൈം ചെയ്യുക. ആ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ചാരി നിന്നതുകൊണ്ട് ചാരി നിന്ന് സപ്പോർട്ടോടുകൂടി നമ്മുടെ കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഇതുമാതിരി സ്ട്രെച്ച് ചെയ്യുക. നമുക്ക് ആ വർക്കൗട്ട് ചെയ്തതിൻ്റെ പെയിൻ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നത്. നമ്മൾ ബിഗിനേഴ്സിന് ഗ്രൗണ്ട് എക്സസൈസ് കഴിഞ്ഞാൽ അവിടെ തന്നെ ട്രെഡ്മിൽ കൊടുക്കും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് ടൈമിൽ സ്പീഡ് മാക്സിമം കുറച്ചാണ് കൊടുക്കുന്നത്. ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ്, അവർക്ക് ഓടി പരിചയമില്ലാത്തതുകൊണ്ട്, ട്രെഡ്മിൽ ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ വെരി സ്ലോയിൽ 3 കിലോമീറ്റർ സ്പീഡിലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അവർ റെഡിയായി വരുന്ന കഴിയുമ്പോൾ അത് അവരുടെ രീതി അനുസരിച്ച് അവർ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ട്രെഡ്മിൽ ചെയ്യുന്നത്. കഴിഞ്ഞാൽ അത് തന്നെ സൈക്കിളുണ്ട്. അവർ പുതിയ ബിഗിനേഴ്സിന് കൊടുക്കുന്ന അടുത്തൊരു ഐറ്റമാണ് സൈക്കിളിംഗ്. ജിമ്മിൽ വരുന്ന ബിഗിനേഴ്സിന് പുഷപ്സ് ചെയ്യുന്നത് വലിയ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. അത് ഒരുവിധപ്പെട്ട ആർക്കും അങ്ങനെ പുഷപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് ആദ്യം വരുന്ന ബിഗിനേഴ്സ് എങ്ങനെ പുഷപ്പ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ആദ്യം നമ്മൾ ചെസ്റ്റിൽ കൈ വയ്ക്കുക, മുട്ട് കണ്ട് കുത്തുക, കാലിൻ്റെ ഇതിൽ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം വഴിയുക. പതുക്കെ കൈയുടെ മുട്ടുകൾ താഴോട്ട് കൊണ്ടുവന്ന് ചെയ്യുക. 6 to 5 ടൈം ചെയ്യുക ഇതൊക്കെ. അപ്പം എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമാണിത്. ബിഗിനേഴ്സിന് മെയിനായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പുഷപ്പ്. ഈസിയായിട്ട് ചെയ്യാം. ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു വർക്കൗട്ടാണ് ലാറ്റ്സ് പുൾ ഡൗൺ. അത് ഞാൻ കാണിച്ചു തരാം. അത് ബാറിലിങ്ങനെ പിടിക്കുക, ഇരുന്നിട്ട് നമ്മൾ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് താഴോട്ട് 10 ടൈംസ്.
കൈ ഫുൾ സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് പോകും. ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലാറ്റ്സ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുതലിട്ട് ചെയ്യരുത്. അതല്ലെങ്കിൽ നമ്മൾ ട്രെയിനറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം വെയിറ്റ് കൂട്ടി ചെയ്യുക. അടുത്തത് ബിഗിനേഴ്സിന് നമ്മൾ കൊടുക്കുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് ചെസ്റ്റിന് വേണ്ടിയുള്ള ഡംബൽ പ്രസ്സാണ്. ഈ ഡംബൽ പ്രസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം മാക്സിമം വെയിറ്റ് കുറച്ച് വേണം ചെയ്യാൻ. അതല്ലെങ്കിൽ അവിടെ നിൽക്കുന്നത് ഏത് ജിമ്മിലാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ ജിമ്മിൽ നിങ്ങളുടെ ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. ഞാനതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡംബൽ 2 സ്ട്രൈറ്റ് കൈ ഉയർത്തിപ്പിടിച്ചതിന് ശേഷം പതുക്കെ താഴ്ത്തും. ഇതാണ് ഡംബൽ പ്രസ്. നമ്മുടെ ജിമ്മുകളിൽ വരുന്ന 2 ടൈപ്പ് ആളുകളാണ്. ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനും ഒന്ന് വെയിറ്റ് ലൂസ് ചെയ്യുന്നതിനും. ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വരുന്നവരായാലും ലൂസ് ചെയ്യാൻ വരുന്നവരായാലും നമ്മൾ അവിടുത്തെ ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം എങ്ങനെ വർക്കൗട്ട്, ഗെയിനിങ്ങിനുള്ള വർക്കൗട്ട് എന്താണ്, ലോസിനുള്ള വർക്കൗട്ട് എന്താണ്, അത് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വർക്കൗട്ട് തുടങ്ങുക. പിന്നെ നമ്മുടെ ജിമ്മിൽ വരുന്ന പലർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ വന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് മസിൽ ഡെവലപ്പ് ആകും എന്നുള്ളതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് കണ്ടിന്യൂസ് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ ട്രെയിനറുടെ നിർദ്ദേശപ്രകാരവും ട്രെയിനർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി എന്ത് കഴിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ റിസൾട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമസ്കാരം.